ഡേവിഡ് ഹാൻസ്ബർഗ് സംവിധാനം ചെയ്ത് 2016 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ഹൊറർ മൂവിയാണ് ലൈറ്റ്സ് ഔട്ട്. ഇനി നേരെ സിനിമയിലേക്ക് വരാം. ഒരു തുണിക്കടയുടെ ഗോഡൌൺ ആണ് സ്ഥലം. കടയുടെ ഓണറെ മകൻ ഇങ്ങനെ വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ വേഗം വീട്ടിലേക്ക് വരണം, അമ്മ വീണ്ടും വീട്ടിലിങ്ങനെ തനിയെ നിന്ന് സംസാരിക്കുന്നു എന്നൊക്കെ മകൻ പറഞ്ഞ് പേടിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയും, മോൾ പേടിക്കണ്ട, അച്ഛൻ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് വരാമെന്ന്. തുണിക്കടയിലെ സ്റ്റാഫ് അങ്ങനെ ഗേറ്റൊക്കെ പൂട്ടാൻ വേണ്ടി ഗോഡൌണിലേക്ക് പോകും. പെട്ടെന്നാണ് ഈ ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ ഒരു ഭീകര രൂപം അവിടെ നിൽക്കുന്നു. സ്റ്റാഫ് പേടിച്ച് ലൈറ്റ് ഓൺ ആക്കും, അപ്പൊ ഈ രൂപം കാണുന്നില്ല. ലൈറ്റ് ഓഫ് ആക്കും, അപ്പൊ വീണ്ടും ഈ രൂപം പ്രത്യക്ഷപ്പെടും. ആ സ്ത്രീ പേടിച്ച് ഓടി ഈ ഓണറുടെ അടുത്ത് വരും. എന്നിട്ട് പറയും, ശ്രദ്ധിക്കണം, അവിടെ ഒരു ഭീകര രൂപത്തെ ഞാൻ കണ്ടു എന്ന് പറയും. അപ്പൊ ഇയാൾ പറയും, നീ പൊക്കോ, ഞാൻ കൂട്ടിക്കോളാം, നീ വീട്ടിലേക്ക് പോയിക്കൊള്ളാം. എന്നിട്ട് ഈ ഓണർ നേരെ ഗേറ്റൊക്കെ പൂട്ടാൻ വേണ്ടി ഗോഡൌണിലേക്ക് എത്തുമ്പോൾ അയാളും ആ ഭീകരൂപത്തെ കാണും. ആദ്യം അത് അകലത്തിലായിരിക്കും, ഓരോ ഘട്ടം കഴിയുന്നോറും അത് അടുത്തടുത്ത് വരും. ഇയാൾ പേടിച്ചോടുമ്പോഴേക്കും ഈ ഭീകര സത്വം ഇയാളെ വന്ന് കൊല്ലും. പിന്നെ കാണിക്കുന്നത് ഈ ഓണറുടെ വീടാണ്. ഇതാണ് അയാളുടെ മകൻ മാർട്ടിൻ. മാർട്ടിൻ രാത്രിയിൽ അമ്മ അങ്ങനെ വീണ്ടും ആരോടോ സംസാരിക്കുന്നത് കണ്ടിട്ട് അമ്മയുടെ റൂമിലേക്ക് ചെല്ലും. എന്നിട്ട് ചോദിക്കും, ആരോടാ അമ്മയും സംസാരിക്കുന്നത്? അപ്പൊ അമ്മ പറയും, ആരുമില്ല, മോൻ പോയി കിടന്നുറങ്ങിക്കോ എന്ന് പറയും. മാർട്ടിൻ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് 2 ഭീകര കൈകൾ വാതിലിനിടയിലൂടെ മാർട്ടിൻ്റെ അടുത്തേക്ക് വരും. മാർട്ടിൻ ഓടി റൂമിൽ കയറി വാതിലടച്ച് കിടക്കും. മാർട്ടിൻ അങ്ങനെ മിക്ക ദിവസങ്ങളിലും ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നത് കണ്ടിട്ട് സ്കൂളിലെ കൗൺസിലർ വിളിച്ച് കൗൺസിൽ ചെയ്യുമ്പോഴാണ് ഒരു കാര്യം അറിയുന്നത്, അതായത് മാർട്ടിൻ രാത്രി ഉറങ്ങാറില്ലെന്ന്. അങ്ങനെ മാർട്ടിൻ കൗൺസിലർ പറയും, തന്റെ ചേച്ചിയെ ഒന്ന് വിളിച്ച് വരുത്തു സ്കൂളിലേക്ക് എന്ന് പറയും. അങ്ങനെ ഒരു ചേച്ചിയെ വിളിച്ച് വരുത്തും. ഇതാണ് മാർട്ടിന്റെ ചേച്ചി റബേക്ക. ഇത് റബേക്കയുടെ കാമുകൻ. അമ്മയുടെ ഈ സ്വഭാവം കാരണം തന്നെ റബേക്ക വീട്ടിൽ നിന്ന് മാറിയാണ് താമസം. മാർട്ടിൻ പറയും, എനിക്കൊന്ന് ഉറങ്ങണം, എന്നെ എങ്ങനെയെങ്കിലും നീ നിന്റെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോകുന്നു പറയും. അപ്പൊ റബേക്ക അങ്ങനെ മാർട്ടിന്റെ വീട്ടിൽ പോയി തുണിയൊക്കെ പാക്ക് ചെയ്യാൻ പറയും. അപ്പൊ അമ്മ പറയും, എന്റെ മകനെ കൊണ്ടുപോകാൻ പറ്റില്ല, സമ്മതിക്കില്ല എന്ന് പറയും. പക്ഷെ റബേക്ക അതൊക്കെ മറികടന്നുകൊണ്ട് മാർട്ടിനെയും കൊണ്ട് റബേക്കയുടെ വീട്ടിലേക്ക് പോകും. അങ്ങനെ റബേക്ക രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് റബേക്ക എഴുന്നേൽക്കും. കണ്ണു തുറന്ന് നോക്കുമ്പോഴുണ്ട് ഒരു ഭീകര രൂപം ഇരുട്ടിലങ്ങനെ താഴെ ഇരുന്നു കൊണ്ട് എന്തോ കോഴി വരും. ലൈറ്റ് ഓണാക്കി നോക്കുമ്പോൾ ആ ഭീകരൂപത്തെ കാണുന്നില്ല. ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ വീണ്ടും ആ ഭീകരൂപം. റബേക്ക പേടിച്ച് മാർട്ടിനെ അന്വേഷിച്ചു പോകും. അപ്പോൾ മാർട്ടിൻ വീട്ടിലെ ബാത്ത് ടബിൽ അങ്ങനെ കിടന്നുറങ്ങുന്നു. ഒരു ലൈറ്റും കയ്യിൽ പിടിച്ചാണ് ഉറക്കം. അപ്പോൾ അവനറിയാം ഈ ഭീകര തത്വം ആക്രമിക്കാൻ വരുന്നത് ഇരുട്ടത്താണെന്ന്. അങ്ങനെ ആ സീൻ അവിടെ അവസാനിക്കും. പിറ്റേ ദിവസം സ്കൂളിൽ നിന്ന് ഇതറിഞ്ഞ കൗൺസിലർ വീട്ടിൽ വന്നിട്ട് മാർട്ടിനെ അവിടെ ഒന്ന് കൊണ്ടുപോകും. എന്നിട്ട് റബേക്കയോട് പറയും, ഇവന് പ്രായപൂർത്തിയായിട്ടില്ല, ഇവനെ അമ്മയുടെ കൂടെ മാത്രമേ നിർത്താൻ നിയമം അനുവദിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇവനെ കൊണ്ടുപോവുകയാണെന്നൊക്കെ പറഞ്ഞ് കൗൺസിലർ അവനെ കൊണ്ടുപോകും. അതിനിടയ്ക്ക് റബേക്ക ഇന്നലെ രാത്രി ആ പിശാചിരുന്ന സ്ഥലത്തെ വിരി മാറ്റി നോക്കും. അപ്പോൾ അവിടെ ഡയാന എന്ന് എഴുതിയിട്ടുണ്ടാവും. അവളുടെ ചെറുപ്പത്തിൽ അമ്മയുടെ കൂടെ നിൽക്കുന്ന കാലത്തും അവളുടെ റൂമിൽ ഈ പേര് തനിയെ ആരോ എഴുതിയതായിരുന്നത് അപ്പോൾ അവൾക്ക് ഓർമ്മ വരും. അവൾ ഉടനെ കാമ്പുനെയും കൂട്ടി അമ്മയുടെ വീട്ടിലേക്ക് പോകും. അമ്മയും മാർട്ടിനും വീട്ടിലുണ്ടാവില്ല. അവൾ വേഗം ചാവി തപ്പിയെടുത്ത് വീട് തുറന്ന് അമ്മയുടെ റൂം മുഴുവൻ അരിച്ചു പെറുക്കും. അവരുടെ അമ്മ ചെറുപ്പത്തിലൊരു മാനസിക രോഗിയായിരുന്നു. പ്രാന്താശുപത്രിയിൽ ഒരുപാട് വർഷം ചികിത്സ തേടിയിട്ടുണ്ട്. അപ്പോഴാണ് അവൾക്കൊരു ഫോട്ടോ കിട്ടുന്നത്. അതായത് ചെറുപ്പത്തിൽ അമ്മയും ഡയാനയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ. ഒരു ടേപ്പ് റെക്കോർഡറും അവൾക്ക് അവിടുന്ന് കിട്ടും. അതിൽ നിന്ന് അവൾക്കൊരു കാര്യം മനസ്സിലാകും, ഈ ഡയാനയും ഇതേ ആശുപത്രിയിൽ തന്നെ ചികിത്സ തേടിയിട്ടുണ്ടെന്ന്. വെളിച്ചത്തേക്ക് വരാൻ പറ്റാത്ത ഒരു പ്രത്യേക അസുഖമായിരുന്നു ഈ ഡയാനയ്ക്കുണ്ടായിരുന്നത്. പക്ഷേ ചികിത്സക്കിടെ ഡയാന മരണപ്പെടും. അമ്മയും ഡയാനയും ആ കാലത്ത് വലിയ സുഹൃത്തുക്കളായിരുന്നെന്നും അവൾ മനസ്സിലാക്കും. അങ്ങനെ അവളുടെ പഴയ റൂമിലേക്ക് പോയതും ഈ ഡയാന ഓടി വന്ന് ഇവളെ കഴുത്തിന് പിടിച്ചു പോക്കും. എന്നിട്ട് പറയും, വേഗം ഇവിടെ നിന്ന് പോകുന്നു. ശബ്ദം കേട്ട് അവളുടെ കാമുകൻ ഓടിയെത്തി അവളെ അവിടെ നിന്ന് രക്ഷിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും. സമയം രാത്രിയാവും. മാർട്ടിനാവട്ടെ സ്വന്തം അമ്മയുടെ അടുത്ത് നിന്ന് ഓടി റബേക്കയുടെ വീട്ടിലെത്തും. എന്നിട്ട് പറയും, പ്രശ്നം കൂടുതൽ വഷളാവുകയാണ്, നമുക്ക് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുമെന്ന്. അപ്പോൾ ചേച്ചി അവനെ വിളിച്ചിരുത്തി ആ ചേച്ചി മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം അവന് പറഞ്ഞു കൊടുക്കും. അതായത് അമ്മ വീക്കാവുന്ന സമയത്താണ് ഈ ഡയാന വരുന്നതെന്നും
അമ്മയാണ് ഈ ഭൂമിയിലേക്കുള്ള ഡയാനയുടെ ഏക കണക്ഷൻ. അതുകൊണ്ട് അമ്മയെ സ്ട്രോങ് ആക്കി നമുക്കവളെ ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി പറഞ്ഞയക്കണമെന്നൊക്കെ ചേച്ചി അവനോട് പറയും. പെട്ടെന്നാണ് റൂമിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. റബേക്ക ചെന്ന് നോക്കുമ്പോൾ അവൾ ആരെയും കാണുന്നില്ല. അപ്പോൾ അതാ ഡയാന വന്ന് മാർട്ടിനെ കൊല്ലാനായി കട്ടിലിനടിയിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. റബേക്ക ആവട്ടെ അവനെ ഒരുവിധം രക്ഷിച്ചെടുത്ത് പോകും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇവിടെയും സേഫ് അല്ല, അതുകൊണ്ട് ഈ പ്രശ്നം എന്നേക്കുമായി പരിഹരിച്ചേ മനസ്സിലാകും. എന്നിട്ട് അവർ നേരെ അമ്മയുടെ അടുത്തേക്ക് പോകും. അങ്ങനെ അവരെല്ലാവരും കൂടി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. റബേക്ക ആ ചിത്രങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അമ്മയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരും. നിനക്കതൊക്കെ എവിടുന്ന് കിട്ടി? എൻ്റെ റൂമിൽ കയറാൻ നിന്നോട് ആര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ച് അമ്മ ദേഷ്യപ്പെടും. അപ്പോൾ റബേക്ക പറയും, അമ്മേ ഡയാന മരിച്ചു, അമ്മ കാണുന്നത് റിയൽ അല്ല. അപ്പം അമ്മ പറയും, അതൊക്കെ റിയൽ തന്നെയാണ്, അവൾ മരിച്ചിട്ടൊന്നുമില്ല, അവൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നൊക്കെ പറഞ്ഞ് അമ്മ റൂമിലേക്ക് പോകും. അങ്ങനെ ആ രാത്രി അതേ വീട്ടിൽ തന്നെ തങ്ങാൻ എല്ലാവരും തീരുമാനിക്കും. ഒരു സേഫ്റ്റിക്ക് വേണ്ടി റബേക്കയും കാമുകനും മാർട്ടിനും കൂടി വീട് നിറയെ ബൾബുകളും മെഴുകുതിരികളും ഒക്കെ സെറ്റപ്പാക്കി വെക്കും. എന്നിട്ട് റബേക്ക അമ്മയോട് ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടി അമ്മയുടെ റൂമിലേക്ക് പോകും. അപ്പോൾ പെട്ടെന്ന് അമ്മ നിസ്സഹായാവസ്ഥയോട് കൂടിയിട്ട് അവളുടെ കയ്യിൽ ഒരു കടലാസ് കൊടുക്കും. ആ കടലാസിൽ ഐ നീഡ് ഹെൽപ്പ് എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. അങ്ങനെ രാത്രി എല്ലാവരും പതുക്കെ ഉറങ്ങും. പെട്ടെന്നാണ് വീട്ടിലെ കറണ്ട് മുഴുവൻ പോകും. റബേക്ക വേഗം എഴുന്നേറ്റ് മെയിൻ സ്വിച്ച് ഓണാക്കുന്നതിന് വേണ്ടി വീടിന്റെ ബേസ്മെന്റിലേക്ക് പോകും. അവളുടെ കാമുകനാവട്ടെ ഈ വീടിന്റെ മെയിൻ സ്വിച്ച് തപ്പി വീടിന് പുറത്തേക്കും പോകും. മാർട്ടിൻ എഴുന്നേറ്റ് ഇവരാരെയും കാണാതെ പേടിച്ച് മെഴുകുതിരെടുത്ത് ഇവരെ തപ്പുമ്പോൾ പെട്ടെന്ന് ഡയാന വന്ന് മാർട്ടിനെ ആക്രമിക്കും. മാർട്ടിൻ വേഗം മെഴുകുതിരി കാണിച്ച് അവളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടും. എന്നിട്ട് റബേക്കയുടെ അടുത്ത് പോകും. പെട്ടെന്ന് തന്നെ ആ ബേസ്മെന്റിന്റെ വാതിലടയും. അവർക്ക് മനസ്സിലാവും അതൊരു ട്രാപ്പായിരുന്നു. ഇവരുടെ ബഹളം കേട്ട് അവളുടെ കാമുകൻ ഓടി വന്നതും ഡയാന അവനെയും ആക്രമിക്കും. കാമുകൻ വേഗം മൊബൈലിന്റെ ലൈറ്റൊക്കെ കാണിച്ച് തൽക്കാലം രക്ഷപ്പെടുമെങ്കിലും ഡയാന അവനെ പിന്തുടരും. എന്നിട്ട് കാമുകനാവട്ടെ വീടിന്റെ പുറത്തേക്ക് പോയി ഈ കാറിന്റെ ലൈറ്റ് ഓണാക്കി അവിടെ നിന്ന് കാർ എടുത്ത് രക്ഷപ്പെടും. ഇതിനിടെ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ അമ്മ ഡയാനയോട് പറയും, എൻ്റെ മക്കളെ ഒന്നും ചെയ്തതെന്നതിനോട് പറഞ്ഞിട്ടില്ലേ, എന്തൊക്കെ പറഞ്ഞങ്ങനെ ഡയാനയെ ഓടിയിട്ടു. പെട്ടെന്ന് ഡയാന ആ അമ്മയെയും ആക്രമിക്കും. സമയം അങ്ങനെ കഴിയും. താഴെ ബേസ്മെന്റിൽ കുടുങ്ങിയ റബേക്കയുടെയും മാർട്ടിന്റെയും കയ്യിലുള്ള ടോർച്ചിന്റെ ബാറ്ററി ഏകദേശം തീർന്നു തുടങ്ങും. അപ്പോൾ അവരവിടെയുള്ള കടലാസൊക്കെ കത്തിച്ചങ്ങനെ വെളിച്ചം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതിനിടയ്ക്ക് ഈ റബേക്കയ്ക്ക് ഈ ബേസ്മെന്റിൽ നിന്നൊരു LED ലൈറ്റ് കിട്ടും. അവൾ പെട്ടെന്ന് ആ ലൈറ്റിന്റെ പ്രകാശത്തിൽ ഡയാനയെ കാണും. ഡയാനയാവട്ടെ അവളെ ഉടനെ ആക്രമിക്കാൻ എത്തുകയും മാർട്ടിൻ കയ്യിലുള്ള ടോർച്ചിന്റെ അവസാനത്തെ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് അവളെ രക്ഷിച്ചെടുക്കും. അപ്പോഴേക്കും നേരത്തെ പോയ കാമുകൻ പോലീസിനെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് പോലീസുകാരോട് പറയും, നിങ്ങൾ ലൈറ്റില്ലാതെ അങ്ങോട്ട് പോരുതെന്നൊക്കെ പറയും. പോലീസുകാർ വിചാരിക്കും ഇവന് പ്രാന്താണ്, നീ പൊക്കോ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ആ വീടിനകത്തേക്ക് വരും. എന്നിട്ട് ബേസ്മെന്റിൽ നിന്ന് അവരെ പുറത്തിറക്കും. പെട്ടെന്ന് ഡയാന വന്ന് ആദ്യത്തെ പോലീസുകാരനെ ആക്രമിച്ചു കൊല്ലും. അയാൾ തോക്കെടുത്തുകൊണ്ട് ഒരുപാട് വെടിവെക്കുമെങ്കിലും അവൾ അയാളെ കൊല്ലും. ഇത് കണ്ടുനിന്ന രണ്ടാമത്തെ പോലീസ് ഓഫീസറെയും ഡയാന തീർക്കും. ഈ ബഹളം കേട്ട് കാമുകൻ ഓടി വന്ന് മാർട്ടിനെ വേഗം വീടിന്റെ പുറത്തേക്ക് കൊണ്ടുപോകും. റബേക്ക ആവട്ടെ അമ്മയെ തപ്പി വീട് മുഴുവൻ തിരയും. അപ്പോൾ പെട്ടെന്ന് ഡയാന വന്ന് അവളെ ആക്രമിക്കും. ഈ ശബ്ദം കേട്ട് അവളുടെ അമ്മ എഴുന്നേറ്റ് വന്ന് ഡയാനയ്ക്ക് നേരെ തോക്ക് ചൂണ്ടും. എന്നിട്ട് അവളോട് പറയും, എൻ്റെ മക്കളെ തുടരുന്നതിലൂടെ പലതവണ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും. എന്നിട്ട് തോക്ക് ചൂണ്ടുമ്പോൾ ഡയാന പറയും, ഈ തോക്കൊന്നും എനിക്കൊരു വിഷയമല്ല എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ അമ്മ സ്വയം തോക്ക് ചൂണ്ടും. എന്നിട്ട് പറയും, ഞാനുണ്ടെങ്കിലേ ഈ ഭൂമിയിൽ നീയുള്ളൂ, അതുകൊണ്ട് നീ ഇനി ഇവിടെ വേണ്ട എന്ന് പറയും. ഇത് കണ്ട് പെട്ടെന്ന് റബേക്ക പറയും, അമ്മ ചെയ്യരുതെന്നൊക്കെ പറയും. പക്ഷെ അമ്മ പറയും, മക്കളെ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ സ്വയം ആത്മഹത്യ ചെയ്യും. അതോടെ ഡയാന കത്തിച്ചാമ്പലാവും. അങ്ങനെ മക്കൾക്ക് വേണ്ടി ആ അമ്മ സ്വയം ജീവനൊടുക്കും. ഒരു കിടിലൻ ഹൊറർ മൂവിയാണ്. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട പ്രേതപടങ്ങളിൽ ഏറ്റവും